ആറ്റുകാൽ ദേവീക്ഷേത്രത്തിലേക്ക് ഒഴുകിയെത്തി ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ. ദേവീ ദർശനത്തിനായി ക്ഷേത്ര പരിസരവും കടന്നിരിക്കുകയാണ് ഭക്തരുടെ നിര. നാട് മുഴുവൻ ആറ്റുകാലിലേക്ക് ഒഴുകിയെത്തുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഒരു വർഷത്തെ കാത്തിരിപ്പാണ് ആറ്റുകാൽ പൊങ്കാലയ്ക്കായിട്ട്. ആറ്റുകാൽ ദേവീ ദർശനത്തിനായിട്ടുള്ള തിരക്കാണ് നമ്മൾ ഈ കാണുന്നത്. ഈ ക്ഷേത്രവും കഴിഞ്ഞ് ക്ഷേത്ര പരിസരവും കഴിഞ്ഞ് നീണ്ട ക്യൂ ആണ് ദേവീ ദർശനത്തിനായിട്ടുള്ളത്. ഇനിയിപ്പോൾ പൂജകളൊക്കെ നടക്കുന്നത് കൊണ്ട് ഈ വലിയ എല്ലാവരും കൂടി ഒരുമിച്ച് കടത്തിവിടാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ മണിക്കൂറുകളോളം കാത്തുനിന്ന് ദേവീ ദർശനം പൂർത്തിയാക്കേണ്ട സാഹചര്യമുണ്ട്. അതിനവർക്ക് ആവശ്യത്തിന് ദാഹജലം അടക്കം നൽകിക്കൊണ്ടുള്ള സൗകര്യം കേരള പോലീസ് അടക്കം നൽകുന്നുണ്ട് എന്നുള്ളതാണ്. തളരാതെ ദേവീ ദർശനം കഴിഞ്ഞ് മാത്രമേ മടങ്ങിപ്പോകൂ എന്ന നിശ്ചയദാർഢ്യത്തോടെയാണ് ഓരോ ഭക്തജനങ്ങളും ഇവിടെ കാത്തിരിക്കുന്നത്. ഞങ്ങൾ കോഴിക്കോട്ടെന്നാ പൊങ്കാലയുടെ എത്തിയതാ? അതെ. എല്ലാ കൊല്ലം വരാറുണ്ടോ? ഇല്ല, കൊല്ലാണ് വരുന്നത്. ആദ്യമായിട്ട് വരുന്നത്? അതെ അതെ അതെ. എങ്ങനെയുണ്ട് തിരക്കൊക്കെ കണ്ടിട്ട്? നല്ല തിരക്കാണ്. ഇപ്പൊ എത്ര നേരമായി ഇവിടെ നിൽക്കുന്നു? 3 മണിക്കൂർ. ഞങ്ങൾ 3 മണിക്കൂറായി. 3 മണിക്കൂറായി. ഇനിയും ലേറ്റ് ആവും? ദർശനം നടത്തിയിട്ടേ പോകുന്നുള്ളൂ? അതെ. അപ്പൊ നിങ്ങൾ എവിടെയാ ഈ കിടന്നതൊക്കെ എവിടെയാ കഴിഞ്ഞ ദിവസങ്ങൾ? ഹസ്ബൻഡിന്റെ ഒരു ഫ്രണ്ടിന്റെ വീട്ടിലാണ്. എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് ഭക്തജനങ്ങൾക്കായിട്ട്? അതെ. ആദ്യമായിട്ടാണോ പൊങ്കാലയിടാൻ? ആദ്യമായിട്ടാ. എല്ലാവരും ഒരുമിച്ച് കോഴിക്കോട് നിന്ന് വന്നതാണ്? അതെ, കോഴിക്കോട് നിന്ന് ഒരുമിച്ച് വന്നു. കോഴിക്കോട് നിന്നൊക്കെ എത്തിയവരാണ്. അതായത് എല്ലാ ജില്ലകളിൽ നിന്നുമുള്ള ഭക്തജനങ്ങൾ ആറ്റുകാൽ പൊങ്കാല ഇടാനായിട്ട് എത്തിയിട്ടുണ്ട്. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് പൊങ്കാല ഇടാൻ എത്തുന്ന ഭക്തജനങ്ങളും അതുപോലെ തന്നെ ഇക്കൊല്ലം ആദ്യമായിട്ട് പൊങ്കാല ഇടാൻ എത്തുന്ന ഭക്തജനങ്ങളും ഒക്കെ തന്നെ ഉണ്ട് എന്നുള്ളതാണ്. നാളെ 9:45 ശുദ്ധ പുണ്യാഹ ചടങ്ങുകളോടെയാണ് പൊങ്കാലയ്ക്ക് തുടക്കം കുറിക്കുന്നത്. 10:15 അടുപ്പ് വെട്ട് ശ്രീകോവിലിൽ നിന്ന് വലിയ തിടപ്പള്ളിയിലേക്ക് ആദ്യം ദീപം കൈമാറും. അതിനുശേഷം പണ്ടാര അടുപ്പിലേക്ക് ദീപം പകർന്നതിന് ശേഷം ആ ദീപമാണ് പിന്നീട് ഈ നഗരത്തിലെ വിവിധ പ്രദേശങ്ങളിലേക്ക് പൊങ്കാലിടാൻ എത്തിയിട്ടുള്ള ഭക്തജനങ്ങളുടെ അടുപ്പുകളിലേക്ക് എത്തുന്നത്. ഏകദേശം ലക്ഷക്കണക്കിന് പേർ നാളെ ആറ്റുകാൽ പൊങ്കാലയ്ക്കായിട്ട് എത്തുമെന്നുള്ളതാണ്. കഴിഞ്ഞ വർഷത്തേക്കാളൊക്കെ അപേക്ഷിച്ച് ഇത്തവണ വലിയ തിരക്ക് അത് ദർശനത്തിനും പൊങ്കാലയ്ക്കും ഒക്കെ ആയിട്ട് ഉണ്ട് എന്നുള്ളതാണ്. അതിന് കേരള പോലീസും അതുപോലെ തന്നെ നമ്മുടെ ആരോഗ്യ പ്രവർത്തകരും ഫയർഫോഴ്സ് അടക്കമുള്ള സംഘാംഗങ്ങൾ എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കി ഭക്തജനങ്ങളെ സ്വീകരിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായിട്ട് തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എവിടെ നിന്നാ വരുന്നത്? അടുത്ത. എല്ലാ കൊല്ലം പൊങ്കാലിടാറുണ്ടോ? ഉണ്ട്. ഇപ്പൊ എത്രാമത്തെ പൊങ്കാലയാ? എനിക്ക് വയസ്സ് 55. സ്ഥിരമായിട്ട് പൊങ്കാലയുടെ എത്തുന്നതാ? ഇപ്പൊ എത്ര നേരം ഇങ്ങനെ നിൽക്കുന്നു? ഞങ്ങളിപ്പോ ഒരു മണിക്കൂറോളം. 1 മണിക്കൂറാകും. ദർശനം നടത്തിയിട്ട് പോകുന്നുള്ളൂ? അത്രേ ഉള്ളൂ. നാളെ എവിടെയാ പൊങ്കാലിടുന്നത്? ഞങ്ങളുടെ വീട്ടിന്റെ അവിടെയാ. വീടിന്റെ അവിടെയാ? എവിടെയാ വീട്? ഇവിടെ ആറ്റുകാൽ തന്നെ. കുറച്ച് അടുത്താ. അടുപ്പൊക്കെ പിടിച്ചിട്ടിട്ടുണ്ടോ? പിന്നല്ല. അടുത്താ? അല്ല, കൊല്ലം കാവനാട്. കൊല്ലം പൊങ്കാലിടാനായിട്ട്? ആണ്. അഞ്ചില് പൊങ്കാലിടാനായിട്ട് എവിടെയാ? സ്ഥലമൊക്കെ പിടിച്ചു? എല്ലാ കൊല്ലം ഇടാൻ വരാറുണ്ട്? എല്ലാ കൊല്ലം ഇടാൻ വരാറില്ല. ഇപ്പൊ 2ാമത്തെ കൊല്ലം ഇടാൻ വരുന്നു. മോന് വേണ്ടി ഒരു നേർച്ചയുണ്ട്, അങ്ങനെ വന്നു. കുറെ നേരം ആയി നിൽക്കാൻ തുടങ്ങിയിട്ട്? ആദ്യമായിട്ടാണ് വരുന്നത് ആറ്റുകാല്? മുമ്പ് വന്നിട്ടുണ്ട്? കൈക്കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് മണിക്കൂറുകളോളം ഇങ്ങനെ നീണ്ട ക്യൂവിൽ നിൽക്കുകയാണ്. ഒരു വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ വീണ്ടും ആറ്റുകാൽ പൊങ്കാലയ്ക്കായിട്ട് എത്തിയവരാണ് എല്ലാവരും. എത്ര നേരം നിന്നാലും ദേവീ ദർശനം പൂർത്തിയാക്കിയതിന് ശേഷം മാത്രമേ മടങ്ങൂ എന്നുള്ള നിശ്ചയദാർഢ്യത്തോടെയാണ് നിൽക്കുന്നത്. അവരുടെ സന്തോഷങ്ങളും പരിഭവങ്ങളും ഒക്കെ തന്നെ ആറ്റുകാൽ ദേവിയോട് പങ്കുവെക്കാൻ വേണ്ടിയാണ് ഭക്തജനങ്ങൾ ഈ കാത്തിരിക്കുന്നത്. നാളെ ആറ്റുകാൽ പൊങ്കാല കഴിഞ്ഞ നിവേദ്യവുമായിട്ട് വീടുകളിലേക്ക് എത്തുന്നത് വരെ ഉള്ള ഒരു കാത്തിരിപ്പാണ് ഈ നമ്മൾ കാണുന്നതൊക്കെ തന്നെ. എന്തായാലും നാടും നഗരവും ആറ്റുകാൽ പൊങ്കാലയ്ക്കായിട്ട് ഒരുങ്ങിക്കഴിഞ്ഞു എന്നുള്ളതാണ്. എല്ലായിടത്തും അതിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായി കഴിഞ്ഞു. ഇനിയിപ്പോൾ 4:10 അടുപ്പ് വെട്ട് നടക്കുന്നതിന് വേണ്ടിയാണ് എല്ലാ ഭക്തജനങ്ങളും കാത്തിരിക്കുന്നത് എന്നുള്ളതാണ്. ആറ്റുകാലിൽ നിന്ന് ക്യാമറമാൻ പോൾ ശ്രീകാര്യത്തിനൊപ്പം സൂര്യഗായത്രി, കേരള വിഷൻ ന്യൂസ്.